بسم الله. أقم الصلاة لدلوك الشمس إلى غسق الليل وقرآن الفجر إن قرآن الفجر كان مشهودا. أقم الصلاة, നിങ്ങൾ നമസ്കാരത്തെ നിർവഹിക്കുക. നിസ്കരിക്കുക എന്ന് ഖുർആനിൽ എവിടെയും പറയാറില്ല. നിസ്കരിക്കുക, സല്ലു എന്ന് മാത്രം പറഞ്ഞു നിർത്താറില്ല. അഖിം എന്നാണ് പറയുക. അൽ ഇഖാമത്ത്, നിലനിർത്തുക. നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരിക്കൽ ഒരാൾ സുബഹി നിസ്കരിക്കും, ളുഹർ നിസ്കരിക്കൂല. അസർ സൗകര്യപ്പെട്ട നിസ്കരിക്കും, മഗ്രിബ് സൗകര്യപ്പെട്ട നിസ്കരിക്കും. ഇശാ ചിലപ്പോൾ ക്ഷീണവും വിശ്രമക്കാരോട് നിസ്കരിക്കൂല. ആ നിസ്കരിക്കണം എന്നല്ല അത് ഖുർആൻ പറയുന്നത്, മറിച്ച് ഇഖാമത്ത് ചെയ്യണം. നമസ്കാരത്തെ നിങ്ങൾ നിലനിർത്തണം. എല്ലാ നിസ്കാരവും നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. രണ്ടാമത്, നിങ്ങൾ നിങ്ങളെ വീട്ടിലെ റൂമിൽ ഇരുന്നുകൊണ്ട് നിസ്കരിച്ചാൽ മാത്രം മതിയായില്ല. അതിലുപരിയായിട്ട് നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ മഹല്ലിൽ, നിങ്ങളുടെ പള്ളിയിൽ എല്ലാ മുസ്ലിമീങ്ങളും ഒരുമിച്ച് കൂടി ഒന്നിച്ച് നമസ്കാരം നിലനിൽക്കുന്ന അവസ്ഥ ഉണ്ടാണോ. അതുകൊണ്ടാണ് ഇഖാമത്തു സ്വല, അക്മിസ്വല, നിസ്കാരം നിലനിർത്തുന്ന ഖുർആൻ പറയുന്നത്. ചുരുക്കി പറ, എല്ലാ നമസ്കാരങ്ങളും നഷ്ടപ്പെടാതെ നിസ്കരിക്കണം. അത് മുസ്ലിമീങ്ങളെല്ലാവരും സംഘടിച്ചുകൊണ്ട് നിസ്കരിക്കണം, ജമാഅത്തായി നിസ്കരിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൂടി പഠിപ്പിക്കുന്നത്. ലിദുലൂകി ശംസ്, ദുലൂകി ശംസ് എന്ന് പറഞ്ഞാൽ സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് നീങ്ങിയതിന് ശേഷം. അതായത് നമ്മൾ ളുഹർ നിസ്കരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ തലയുടെ നേരെ മുകളിലായിക്കൊണ്ട് സൂര്യൻ വരുന്നൊരു സമയമുണ്ട്. ഏകദേശം ഒരു 12 മണി സമയം എന്ന് പറയാം. ആ സമയത്ത് നിസ്കരിക്കാനേ പാടില്ല, ളുഹർ നിസ്കരിക്കാൻ പാടില്ല. വെറുതെയുള്ള സുന്നത്ത് നിസ്കാരങ്ങളൊന്നും ആ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല. ആ സമയം എങ്ങനെ മനസ്സിലാകുക? നമ്മൾ വീടിൻ്റെ ഉമ്മറത്ത് ഉണക്കാനിടൂലെ, എന്തെങ്കിലുമൊക്കെ കൊപ്രയും വറ്റൽമുളകൊക്കെ ഉണക്കാനിടൂലെ. ഉണക്കാനൊക്കെ ഇടുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക, ഒരു വലിയൊരു കമ്പ് വടി വീടിന് മുറ്റത്ത് പോയി കുത്തി കൊടുക്കുക. അപ്പം നല്ല വെയിലൊക്കെ ഉള്ള മിറ്റാണെങ്കിൽ രാവിലെയൊക്കെ ആ കമ്പിന്, ആ വടിക്ക് ഒരു തണലുണ്ടാവും, ചെറിയ നീയലുണ്ടാവും. എന്നാൽ ഒരു 12 മണി സമയമാകുന്ന സമയത്ത് ആ വടിക്ക് നീയല് കാണൂല. ആ നീയല് കാണാത്ത മൂമെന്റ് നടക്കണമെങ്കിൽ ആ വടിയുടെ നേരെ മുകളിലായിട്ട് സൂര്യൻ വന്ന് നിൽക്കുന്ന സമയത്താണ് മധ്യാഹ്നത്തിൽ സൂര്യൻ വന്ന് നിൽക്കുന്നത്. നീയലുണ്ടാവില്ല, കാരണം ഈ വടിയുടെ നേരെ മുകളിലാണ് സൂര്യൻ ഉള്ളത്. ആ ഒരു ടൈം, ആ ഒരു 20 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ആ ഒരു സമയത്ത് നിസ്കാരേ പാടില്ല, സുന്നത്ത് നിസ്കാരം പാടില്ല, ളുഹർ നിസ്കാരം പാടില്ല. അതിൽ നിന്ന് ഇങ്ങോട്ട് തെറ്റും, സൂര്യൻ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കല്ലേ, അതിൽ നിന്ന് തെറ്റുന്ന സമയത്താണ് ളുഹറിന്റെ സമയം ആരംഭിക്കുക. അപ്പൊ മധ്യാഹ്നത്തിൽ നിന്ന് സൂര്യൻ തെറ്റുന്ന സമയത്താണ് ളുഹറിന്റെ സമയം ആരംഭിക്കുക. ആ സൂര്യൻ പോകുന്നത് അസ്തമയത്തിലേക്കാണ് പോകുന്നത്, പടിഞ്ഞാറ് പോയി അസ്തമിക്കുന്നു. അപ്പൊ പടിഞ്ഞാറിലേക്ക് പോവുകയാണല്ലോ. അപ്പൊ ഈ മധ്യാഹ്നത്തിൽ നിന്ന് സൂര്യൻ തെറ്റിക്കഴിഞ്ഞാൽ ഈ അസ്തമയം വരെ എത്താൻ ഒരു 4 മണിക്കൂറുണ്ടെന്ന് കണക്കാക്കുക, അല്ലെങ്കിൽ 5 മണിക്കൂറുണ്ടെന്ന് കണക്കാക്കുക. അതിൽ 2.5 മണിക്കൂർ കഴിയുന്നവരാണ് അസറിന്റെ സമയമാകുക. മധ്യാഹ്നത്തിൽ നിന്ന് സൂര്യൻ നമ്മുടെ തലയുടെ തൊട്ടുമുകളിൽ നിന്ന് സൂര്യൻ തെറ്റുന്ന സമയത്താണ് ളുഹറിന്റെ സമയം സ്റ്റാർട്ട് ചെയ്യുക. ആ സൂര്യൻ പോകുന്നത് അസ്തമിക്കാൻ വേണ്ടിയാണ്. അപ്പൊ മധ്യാഹ്നത്തിൽ നിന്ന് തെറ്റി അസ്തമിക്കുന്നതിന്റെ ഇടയിൽ ഒരു 5 മണിക്കൂർ ഉണ്ടെന്ന് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ പകുതി സമയം സൂര്യൻ പിന്നിടുന്ന സമയത്താണ് നമ്മൾ അസർ നിസ്കരിക്കുന്നത്. ആ സൂര്യൻ പോയിട്ട് പടിഞ്ഞാറ് അസ്തമിക്കുന്ന സമയത്താണ് നമ്മൾ മഗ്രിബ് നമസ്കരിക്കുന്നത്. പിന്നെ ഖുർആൻ പറഞ്ഞു, ഇലാ ഗസഖിൽ ലൈൽ, രാത്രിയുടെ അന്ത്യയാമത്തിൽ നിങ്ങൾ നിസ്കരിക്കുക. ആ നമസ്കാരം കൊണ്ട് ഉദ്ദേശിച്ചത് ഇശാ നമസ്കാരമാണ്. വഖുർആനൽ ഫജ്ർ, സുബഹിയുടെ സമയത്തുള്ള ഖുർആൻ പാരായണം ഓതിക്കൊണ്ടുള്ള സുബഹി നമസ്കാരവും നിങ്ങൾ നിസ്കരിക്കുക. അപ്പോൾ ഈ 3 പദങ്ങൾ പറയുന്നതിലൂടെ 5 നമസ്കാരത്തെ കുറിച്ചും ഖുർആൻ പറഞ്ഞു. ദുലൂകി ശംസ് ളുഹറും അസറും മഗ്രിബാണ്. ഗസഖിൽ ലൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇശാ നമസ്കാരാണ്. ഖുർആനുൽ ഫജ്ർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സുബഹി നമസ്കാരാണ്. ഇവിടെ ഖുർആനുൽ ഫജ്ർ എന്ന് പറഞ്ഞത്, ഫജ്ർ എന്ന അറബി പദത്തിനകത്ത് സുബഹി നിസ്കാരം എന്നല്ല. ഫജ്ർ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചുയരുന്ന സമയം എന്നാണ് ഫജ്ർ. ഗസഖ് എന്ന് വെച്ചാൽ രാത്രി ഇരുൾ മൂടുന്ന സമയം. അപ്പൊ അള്ളാഹു നമ്മളോട് നിസ്കരിക്കാൻ പറയുന്ന സമയം പ്രപഞ്ചത്തിലുള്ള മറ്റെല്ലാ സൃഷ്ടികളും അള്ളാഹുവിനെ ഭയപ്പെടുകയും അനുസരിക്കുകയും അള്ളാഹുവിനെ ഫോളോ ചെയ്യുന്നതിൻ്റെയും ആ സമയങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് നമ്മളോട് നിസ്കരിക്കാൻ പറയുന്നത്. സൂര്യൻ എൻ്റെ കൽപ്പന പ്രകാരം മധ്യാഹ്നത്തിൽ തെറ്റിയിരിക്കുന്നു, ളുഹർ നിസ്കരിക്കട. അതതാ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് പകുതി ദൂരം പിന്നിട്ടിരിക്കുന്നു, അസർ നിസ്കരിക്കട. അതതാ സൂര്യൻ പടിഞ്ഞാറ് അസ്തമിച്ചിരിക്കുന്നു, മഗ്രിബ് നിസ്കരിക്കാൻ സമയമായി.
രാത്രി ഇരുൾ മൂടിയിരിക്കുന്നു, പരിപൂർണമായിട്ട് ആ സൂര്യന്റെ പ്രകാശം നീങ്ങി രാത്രിയുടെ എല്ലാ ഇടങ്ങളിലും ഇരുൾ മൂടിയിരിക്കുന്നു. ഇശാ നിസ്കരിക്കാൻ സമയമായി. അതാ ആ സൂര്യൻ വീണ്ടും ഉദിക്കാനുള്ള സമയമായി, സുബഹിയുടെ സമയം. അപ്പോ ഈ ഭൂമിയിലുള്ള ഈ പ്രപഞ്ചത്തിലുള്ള മറ്റെല്ലാ സൃഷ്ടികളും അള്ളാഹുവിന് വഴിപ്പെടുന്നത് പോലെ മനുഷ്യനോട് വഴിപ്പെടാൻ പറയാണ്. സൂര്യനും ചന്ദ്രനും മറ്റെല്ലാം അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. അവകൾ എങ്ങനെയാണ് സുജൂദ് ചെയ്യുന്നത്? മനുഷ്യരായ നമ്മൾ സുജൂദ് ചെയ്യുന്നത് പോലെ ആവൂല. അവകളുടെ സുജൂദ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം അള്ളാഹുവിന് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ടിരിക്കുന്നു. മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, വളരെ മനോഹരമായിട്ടുള്ള വാക്കാണ്. അല്ലയോ കൈതപ്പുറത്ത് സഞ്ചരിക്കുന്നവനെ. സാധാരണഗതി അന്നത്തെ കാലത്തൊക്കെ ആളുകൾ കൈതപ്പുറത്ത് സഞ്ചരിക്കല്ലോ. കൈതപ്പുറത്ത് സഞ്ചരിക്കുന്നവനെ, നീ നിന്നെ കുറിച്ച് ആലോചിച്ച് നാണിക്കുക, ലജ്ജിക്കുക. കാരണം എന്താ അറിയുമോ? നീ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അല്പം പോലും ബുദ്ധിയില്ലാത്ത ഈ കൈത, ജീവികളുടെ കൂട്ടത്തിൽ തീരെ ബുദ്ധിയില്ലാത്തൊരു ജീവിയായിട്ട് നമ്മൾ കരുതുന്ന ഒരു ജീവിയാണ് കൈത. നീ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന, നീ ബുദ്ധിയില്ല എന്ന് കരുതുന്ന ഈ പരമവിഡ്ഢിയായ നിന്നെയും ചുമന്നു കൊണ്ടുപോകുന്ന 100-120 കിലോനുള്ള നിന്നെയും ചുമന്നു കൊണ്ടുപോകുന്ന ഈ കൈത അള്ളാഹുവിന് ദിക്ർ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അള്ളാഹുവിനോട് നന്ദിയുള്ളൊരു അടിമയാണ്. അതേ സമയത്ത് അതിൻ്റെ പുറത്ത് യാത്ര ചെയ്യുന്ന അതിൻ്റെ ഉടമസ്ഥനായ, അതിനെ തെളിക്കുന്ന, അതിന് നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്കൊക്കെ കൂട്ടിക്കൊണ്ടുപോകുന്ന നീ അതിൻ്റെ പുറത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിനെ സ്മരിക്കുന്നില്ല, അള്ളാഹുവിനെ ഓർക്കുന്നില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഏത് കൂടിയ വാഹനമാണെങ്കിലും ഏത് മോശം വാഹനമാണെങ്കിലും അതിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ, അള്ളാഹുവെ ഞങ്ങൾക്ക് ഇത് ഓടിക്കാൻ ഞങ്ങൾക്ക് സജ്ജമാക്കി തന്ന, ഞങ്ങളുടെ ബുദ്ധിയും കൈവൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആരോഗ്യം കൊണ്ട് ഇത് ഓടിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകിയ അള്ളാഹുവെ നിനക്കാകുന്നു സർവസ്തുതിയും എന്ന് ശുക്ർ ചെയ്യാൻ, അള്ളാഹു നീ എത്ര പരിശുദ്ധൻ എന്ന് പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ നമ്മൾ ഓരോ നിസ്കാരം നമ്മൾ നിർവഹിക്കുന്നത് പ്രപഞ്ചത്തിലുള്ള മറ്റെല്ലാ സൃഷ്ടികളും അള്ളാഹുവിന് വഴിപ്പെടുകയാണ്. അതിനോടൊപ്പമാണ് നമ്മൾ നിസ്കാരം നിർവഹിക്കുന്നത്. നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഖുർആൻ നമ്മളോട് നിസ്കാരം നിലനിർത്താനാണ് പറയുന്നത്. മീൻസ് ഒരൊറ്റ നമസ്കാരം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. പലപ്പോഴും നമുക്ക് ഏറ്റവും പ്രധാനമായി നഷ്ടപ്പെടുന്ന 1-2 നിസ്കാരങ്ങളുണ്ട്. ഒന്ന് അസറാണ്. അതിൻ്റെ ഒരു കാരണം അസറിന്റെ സമയം ജോലിക്കാരെയും ബിസിനസ്സുകാർക്കൊക്കെ ജോലിയുടെയും ബിസിനസ്സിനൊക്കെ ഒരു സമയം തിരക്കിൻ്റെ സമയമായിരിക്കും. എന്ന് മാത്രമല്ല ടൈം വളരെ കുറവാണ്. കാരണം അസർ നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? മഗ്‌രിബിന്റെ സമയമായിപ്പോവും. ഒരുപാട് തിരക്കുണ്ട സമയമാണ്. ജോലിക്ക് പോകുന്ന ആൾക്കാർ ജോലി കഴിഞ്ഞ് മടങ്ങി വരികയും പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ പഠനം കഴിഞ്ഞ് മടങ്ങി വരുന്നൊക്കെ സമയമായിരിക്കും. ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഉച്ചക്കുള്ള ഒരു ബ്രേക്ക് ഉണ്ടാവില്ല, 1 മണിക്കൂർ ബ്രേക്കിന്റെ സമയത്ത് അവർ ആ സമയത്ത് ഭക്ഷണം കഴിക്കും, ബാക്കിയുള്ള സമയത്ത് പോയി ളുഹ്ർ നിസ്കരിക്കും. പക്ഷെ അതേ കുട്ടികൾ അസർ നിസ്കരിക്കൽ വളരെ കുറവാണ്. കാരണം 4 മണിക്ക് സ്കൂൾ വിട്ടാൽ അവരെന്ത് ചെയ്യും? പെട്ടെന്ന് വീട്ടിലേക്ക് എത്താൻ, വീട്ടിലെത്തിയിട്ട് കുളിച്ചു മാറ്റി ചായ കുടിക്കാനൊക്കെ ഉള്ള ചിന്തയായിരിക്കും. അസർ നിസ്കരിക്കാൻ മറന്നു. അതുപോലെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു നിസ്കാരമാണ് ഇശാ നിസ്കാരം. മഗ്‌രിബ് നിസ്കാരത്തിൽ എല്ലാവരും ഇട്ടോ കേട്ടോ, എല്ലാവരും നിസ്കരിക്കുന്ന, ഏറ്റവും കൂടുതൽ ആൾക്കാർ നിസ്കരിക്കുന്ന നിസ്കാരമാണെന്ത്? മഗ്‌രിബ്. അതൊരു സൂര്യൻ അസ്തമിക്കാണ്, നമ്മൾ ഫ്രീ ആണ്. ഇശാ നിസ്കാരം ഇതുപോലെ നഷ്ടപ്പെടുന്ന നിസ്കാരമാണ്. അത് ഇശാ നിസ്കാരം നഷ്ടപ്പെടാനുള്ള കാരണം, ഇശാ നിസ്കാരം പരമാവധി ജമാഅത്തായി തന്നെ നിസ്കരിക്കണം. ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കണം. കാരണം ജമാഅത്തായി നിസ്കരിച്ചാൽ 8 മണിയാകുമ്പോഴത്തേന് നിസ്കാരം കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമ്മൾ ഫ്രീ ആയി. എത്രത്തോളം നമ്മൾ ഇശാ ലേറ്റ് ആക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് ക്ഷീണവും മടിയും അലസതയും വരും. മനുഷ്യന് ഉറക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ വേഗം കിടന്നുറങ്ങണം എന്നല്ലേ. അവിടെ നമ്മൾ യാത്രകളൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ജമ്മും കസ്റും ആക്കുമല്ലോ, ജമ്മും കസ്റും അടുപ്പിച്ച് നിസ്കരിക്കുന്നത്. അപ്പം മഗ്‌രിബ് ബാങ്ക് കൊടുത്ത ഉടനെ മഗ്‌രിബും ഇശാം കൂടി ജമ്മ് തഖ്ദീമാക്കിയേക്കണം. മുൻകൂട്ടിയിട്ട് എന്ത് ചെയ്യണം? മഗ്‌രിബും ഇശാ കൂടി നിസ്കരിച്ചേക്കണം. അപ്പൊ എന്താ വെച്ചാൽ നമ്മളെ നിസ്കാരം കഴിഞ്ഞ് ആ ഫർള് വീടി. അതേ സമയത്ത് നമ്മൾ പിന്തിപ്പിച്ച് നമ്മൾ യാത്ര പോകല്ലേ, പരമാവധി പോട്ടെ, രാത്രി നമ്മൾക്ക് ഹോട്ടലിൽ എത്തിയിട്ട് നിസ്കരിക്കാൻ പറയും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഹോട്ടലിൽ എത്തിയ പിന്നെ മഗ്‌രിബ് ഉണ്ടാവില്ല, ഇശാ ഉണ്ടാവില്ല, കിടന്നുറക്കാൻ ഉണ്ടാവും. മനുഷ്യന് മടി പിടിക്കും. മനുഷ്യൻ മടിയുള്ള ജീവിയാണ്. മറന്നു ചിലപ്പോൾ ഇശാ നിസ്കരിക്കാന്ന് വിചാരിക്കും, പക്ഷെ കടന്നുറങ്ങിയപ്പോൾ പിറ്റേന്ന് സുബഹി കളിച്ച് അല്ലാ ഇന്നലെ ഇശാ നിസ്കരിച്ചിട്ടില്ല, മനുഷ്യൻ മറന്നു. അപ്പം അസ്ർ നിസ്കാരം, ഇശാ നിസ്കാരം, അതുപോലെ തന്നെ മനുഷ്യന് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്ന നിസ്കാരങ്ങളിൽ ഒന്നാണ് സുബഹി നമസ്കാരം.
ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരം എന്ന് മാത്രമല്ല, ഫർള് നമസ്കാരങ്ങൾ 5 നേര നമസ്കാരങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠതയേറിയ നമസ്കാരവും സുബ്ഹി നമസ്കാരമാണ്. അതുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 3 നമസ്കാരം പ്രത്യേകം ശ്രദ്ധിക്കാൻ പരാമർശിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അസർ നമസ്കാരം ശ്രദ്ധിക്കണമെന്ന് ഖുർആൻ പ്രത്യേകം പരാമർശിച്ചു. നിങ്ങൾ അസർ നമസ്കാരം ശ്രദ്ധിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈൽ വമലായികത്തും ബിന്നഹാർ. പകലിൽ ഭൂമിയിലേക്ക് ഒരുപാട് മലക്കുകൾ വരുന്നുണ്ട്, രാത്രിയിലും ഭൂമിയിലേക്ക് ഒരുപാട് മലക്കുകൾ വരുന്നുണ്ട്. വയസ്തമിഊന ഫീ സ്വലാത്തി സുബ്ഹി വസ്വലാത്തിൽ അസ്ർ സുമ്മ യഅറുജു അല്ലദീന ബാതു ഫീകും ഫയസ്അലുഹുമുല്ലാഹ് വഹുവ അഅലം ബിഹിം കൈഫ തറക്തും ഇബാദി ഫയഖൂലൂൻ തറക്നാഹും വഹും യുസല്ലൂൻ വഅതൈനാഹും വഹും യുസല്ലൂൻ. മുത്തഫഖുൻ അലൈഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഒരു വലിയ വിഭാഗം മലക്കുകൾ ഭൂമിയിലേക്ക് എല്ലാ പകലിലും എല്ലാ രാത്രിയിലും ഇറങ്ങി വരുന്നുണ്ട്. അവരങ്ങനെ ഇറങ്ങി വരുന്നിട്ട് ഒരു വലിയ വിഭാഗം, ഒരു വലിയ ജമാഅത്ത്, ഒരു വലിയ സംഘം മലക്കുകൾ സുബഹിയുടെ സമയത്ത് ഭൂമിയിലേക്ക് വരും. അവർ സുബഹി നമസ്കാരത്തിന്റെ സമയത്ത് ഭൂമിയിൽ നടക്കുന്ന ജമാഅത്തിൽ പങ്കെടുക്കും. ആ മലക്കുകൾ അന്നത്തെ ദിവസം അസർ വരെ ഭൂമിയിൽ കഴിച്ചു കൂട്ടും. അന്നത്തെ ദിവസം അസറിന്റെ സമയത്ത് കഴിച്ചുകൂട്ടും, അസർ വരെ കഴിച്ചുകൂട്ടും. അസർ നമസ്കാരം കഴിഞ്ഞിട്ട് അവർ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. അതേ സമയത്ത് തന്നെ വേറെ വിഭാഗം മലക്കുകൾ അസർ നമസ്കാരത്തിന്റെ സമയത്ത് ഭൂമിയിലേക്ക് വരും. അവർ പിന്നീട് മടങ്ങിപ്പോകും പിറ്റേന്ന് സുബഹിയുടെ സമയത്താണ്. അപ്പൊ 2 ജമാഅത്ത് മലക്കുകൾ സുബഹിയുടെയും അസറിന്റെയും സമയത്ത് ഭൂമിയിൽ സംഗമിക്കും. പറഞ്ഞ വിഷയം മനസ്സിലായോ? സംഗമിക്കും. അപ്പൊ ഭൂമിയിലേക്ക് വന്നിട്ട് മടങ്ങിപ്പോകുന്ന മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, നിങ്ങൾ ഭൂമിയിലെത്തിയ സമയത്ത് എൻ്റെ ഇന്ന അടിമകൾ എങ്ങനെയായിരുന്നു? അപ്പോ ആ മലക്കുകൾ പറയും, ഞങ്ങൾ സുബഹിയുടെ സമയത്താണ് ഭൂമിയിലേക്ക് എത്തിയത്, അപ്പോൾ അയാൾ ഞങ്ങളുടെ കൂടെ പള്ളിയിൽ ജമാഅത്തിലുണ്ടായിരുന്നു. അസർ നിസ്കരിച്ചിട്ടാണ് ഞങ്ങൾ ഭൂമിയിൽ നിന്ന് മടങ്ങിയത്, ആ സമയത്തും അദ്ദേഹം ഞങ്ങളോടൊപ്പം പള്ളിയിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വേറൊരു കൂട്ടം മലക്കുകളിൽ അവർ പറയും, ഞങ്ങൾ അസർ നിസ്കാരത്തിന്റെ സമയത്താണ് ഭൂമിയിലേക്ക് എത്തിയത്, അപ്പോൾ അയാൾ പള്ളിയിലുണ്ടായിരുന്നു നിസ്കാരത്തിന്. ഞങ്ങൾ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഭൂമിയിൽ നിന്ന് മടങ്ങിയത്, അപ്പോഴും അയാൾ പള്ളിയിലുണ്ടായിരുന്നു. അപ്പോൾ മലക്കുകൾ സംഗമിക്കുന്ന 2 നമസ്കാരങ്ങളാണ് ഈ സുബഹിയുടെയും അസറിന്റെ നമസ്കാരം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൻ യലിജന്നാറ അഹദുൻ സ്വല്ല ഖബല തുലൂഇ ശംസി വഖബല ഗുറൂബിഹ. അസർ നമസ്കാരവും സുബഹി നമസ്കാരവും നമസ്കരിക്കുന്ന ഒരാൾ പോലും നരകത്തിൽ പ്രവേശിക്കുകയില്ല. റവാഹു മുസ്ലിം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ അസല്ലൽ ഇശാ ഫി ജമാഅത്തിൻ, ആരെങ്കിലും ഇശാ നമസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ, അവർ രാത്രിയുടെ പകുതി നിന്ന് നിസ്കരിച്ചവനെ പോലെയാണ്. രാത്രിയുടെ പകുതി. ഇപ്പൊ രാത്രി ആർക്കിടയിൽ ഒരു 8 മണിക്കൂറുണ്ടെന്ന് കണക്കാക്കുക, അതിൽ 4 മണിക്കൂർ നിന്ന് നിസ്കരിച്ചവനെ പോലെയാണ് ഇശാ നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ച ആൾക്കുള്ള പ്രതിഫലം. വമൻ സ്വല്ല സുബ്ഹ ഫീ ജമാഅത്ത്, ഇനി ആരെങ്കിലും സുബ്ഹി നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചാൽ ഫകഅന്നമാ സ്വല്ലൽ ലൈല കുല്ല, അവർ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ്. ഇപ്പൊ രാത്രി 8 മണിക്കൂർ ഉണ്ടെങ്കിൽ ആ രാത്രി 8 മണിക്കൂർ പരിപൂർണമായി നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ് സുബ്ഹി നമസ്കാരം ജമാഅത്തായി പങ്കെടുത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തിൽ ശ്രദ്ധിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ യൗമുൽ ഹിസാബിൽ ആദ്യമായി വിചാരണ ചെയ്യുന്ന അമല് നിസ്കാരമായിരിക്കും. നിസ്കാരം നന്നായുള്ള ഒരാളുടെ എല്ലാ അമലും ശരിയാകും, നിസ്കാരം ബെടക്കായുള്ള ആളുടെ എല്ലാ അമലുകളും പായാവും. അല്ലാഹു നിസ്കാരം ശ്രദ്ധിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. വമിനൽ ലൈലി ഫതഹജ്ജത് ബിഹി നാഫിലത്തൽ ലൈൽ, രാത്രിയിൽ നിന്ന് നീ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി തഹജ്ജുദ് നമസ്കരിക്കുക. നാഫിലത്തല്ലക്, ആ തഹജ്ജുദ് അത് നിർബന്ധമല്ല, പക്ഷെ നാഫിലത്തല്ലക് അതേറെ പുണ്യമുള്ളതാണ്, അതേറെ പ്രതിഫലം കിട്ടുന്നതാണ്. അസാ അയ്യബഅസക റബ്ബുക മഖാമൻ മഹ്മൂദ, നീ തഹജ്ജുദ് നമസ്കാരം പതിവാക്കുന്ന ഒരാളാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും സ്തുത്യർഹമായിട്ടുള്ള സ്ഥാനം നിനക്ക് നൽകും. ഇത് 2 ലോകത്താണ് കേട്ടോ. തഹജ്ജുദ് നമസ്കാരം പതിവാക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. 100% ഗ്യാരണ്ടി പറയാം. തഹജ്ജുദ് നമസ്കാരം നമ്മൾ നിസ്കരിച്ച ഒരു ദിവസവും തഹജ്ജുദ് നമസ്കാരം നമ്മൾ നിസ്കരിക്കാത്ത ഒരു ദിവസവും തമ്മിൽ ഡിഫറൻ്റ്ലി വ്യത്യാസം ഉണ്ടാവും. അത് നമുക്ക് മനസ്സുകൊണ്ട് അനുഭവപ്പെടും. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ടെൻഷനുകൾ, ഡിപ്രഷനുകൾ, വിഷമങ്ങൾ, ദേഷ്യം, വെറുപ്പ്, ആളുകളോടുള്ള അടങ്ങാത്ത പക, ഇങ്ങനെയുള്ള മനസ്സിന്റെ പല അസുഖങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല തഹജ്ജുദ് നിസ്കാരം പതിവാക്കുന്നതിലൂടെ മാറ്റിത്തരും. കാരണം എന്തുകൊണ്ടാ? ഇത് അത്ര എളുപ്പമുള്ള നിസ്കാരമല്ല. എല്ലാ ആളുകൾക്കും എളുപ്പത്തിൽ നിസ്കരിക്കാൻ പറ്റിയ നിസ്കാരമല്ല. തഹജ്ജുദ് നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്?
ഒരു മനുഷ്യൻ രാത്രി കിടന്നുറങ്ങുന്നു. ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം സുബഹി നമസ്കാരത്തിന് മുമ്പ് നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. അത് എത്രയും നിസ്കരിക്കാം. 2 റക്അത്ത് നിസ്കരിക്കാം, 4 റക്അത്ത് നിസ്കരിക്കാം, 8 റക്അത്ത് നിസ്കരിക്കാം, 10 റക്അത്ത് നിസ്കരിക്കാം, എത്ര നിസ്കരിക്കാം. പരമാവധി റക്അത്തുകൾ അധികമാക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഏറ്റവും നല്ലത് നിസ്കാരത്തിന്റെ ഖിയാം, നൃത്തം ദീർഘിപ്പിക്കുക, റുകൂ ദീർഘിപ്പിക്കുക, ഇഅ്തിദാൽ ദീർഘിപ്പിക്കുക, സുജൂദ് ദീർഘിപ്പിക്കുക. സുജൂദിൽ എത്ര സമയം നമുക്ക് കടക്കാൻ പറ്റുന്നുണ്ടോ അത്ര സമയം സുജൂദിൽ കടന്നുകൊണ്ട് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക. ആ ഖിയാമുൽ ലൈലിന്റെ തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് ചെയ്യുന്ന ദുആകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന ദുആണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഇസ്തിജാബത്തു ദുആ, ഒരു അടിമയുടെ ദുആകൾക്ക് ഉത്തരം ലഭിക്കുന്ന സമയം അത് തഹജ്ജുദ് നമസ്കാരങ്ങളുടെ സമയമാണ്. സാധാരണ ഹജ്ജിന് ഉംറക്കൊക്കെ പോകുന്ന ആൾക്കാരോട് നമ്മൾ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്യും. എന്തിനാണത്? കാരണം അവരുടെ ദുആ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടും. കാരണം അവർ ഹറമിലുള്ളത്, മക്കത്തുള്ളത്, മദീനത്തുള്ളത്. പക്ഷെ നമ്മൾ അറിയുന്നില്ല, നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ബെഡിന്റെ തൊട്ടടുത്ത് മുസല്ല വിരിച്ചുകൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ച് ചെയ്യുന്ന ദുആ അള്ളാഹു കേൾക്കും എന്ന് നമ്മൾ അറിയുന്നില്ല, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ അത് പതിവാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളെ കുറിച്ച് പറയപ്പെടാറുണ്ട്, ഫുർസാനും ബില്ലൈൽ വറുഹ്ബാനും ബിന്നഹാർ. അവർ രാത്രി കാലങ്ങളിൽ നിന്ന് നമസ്കരിക്കുന്ന ആളുകളാണ്, നമസ്കരിക്കുന്ന ആളുകൾ. റഹ്ബാനും ബിന്നഹാർ, പകലുകളിൽ അവരുടെ ദുനിയാവിന്റെ ജോലികളിലൊക്കെ ഏർപ്പെടുന്നുണ്ട്, എല്ലാ അവരുടെ കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ട്. പകലുകളിൽ തെറ്റുകുറ്റങ്ങളിൽ നിന്നും ഹറാമുകളിൽ നിന്നും അവർ മാറി നിൽക്കുന്നു. രാത്രികാലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി അവർ നിന്ന് നിസ്കരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ അങ്ങാടി കൂടി, മദീനത്തെ സ്ഥലത്തു കൂടി ഇങ്ങനെ നടക്കുകയായിരുന്നു. എന്തിനായിരുന്നു നടക്കുന്നത്? റസൂൽ സല്ലല്ലാഹു രാത്രികാലങ്ങളിൽ തഹജ്ജുദിന്റെ സമയത്ത്, സുബഹിയുടെ മുമ്പുള്ള സമയത്ത് മദീനയുടെ ഓരോ വഴികളിൽ കൂടി നടന്നിട്ടുണ്ടെങ്കിൽ ഓരോ വീടുകളിൽ നിന്നും സഹാബാക്കളായിട്ടുള്ള ആളുകൾ അവർ നിന്ന് നമസ്കരിച്ച് ഖുർആൻ പാരായണം ചെയ്യുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ച് കേട്ട് ആനന്ദിക്കായിരുന്നു. ഒരിക്കൽ അബൂ മൂസൽ അശ്അരി എന്ന് പറയുന്ന സഹാബിയുടെ വീട്ടിന്റെ അടുക്കൽ കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തഹജ്ജുദിന്റെ സമയത്ത് കടന്നുപോയി. അദ്ദേഹത്തിന്റെ ഓത്ത് കേട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചിരുന്നു, അത് കേട്ട് ആനന്ദിച്ചു. പിറ്റേന്ന് സുബഹി നിസ്കാരത്തിൽ പള്ളിയിൽ വന്നപ്പോൾ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അബൂ മൂസ ലഖദ് ഉഅതീത മിസ്മാറൻ മിൻ മസാമിരി ആലി ദാവൂദ് അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ രീതിക്കുള്ള ഈണം, ആനന്ദം താങ്കളുടെ ശബ്ദത്തിൽ, ഓത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി നിങ്ങൾ തഹജ്ജുദ് നമസ്കരിക്കുന്നത് മദീനത്തെ വഴിയിൽ കൂടി ഞാൻ നടന്നു പോകുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ജനലിൻ്റെ ഉള്ളിൽ കൂടി നിങ്ങളുടെ ഖുർആൻ പാരായണം കേട്ട് ഞാൻ ഒരുപാട് സമയം നിന്നു, ഞാൻ ആനന്ദിച്ചു. മഹാനായ പണ്ഡിതനാണ്, അറിയപ്പെട്ട പണ്ഡിതനാണ് അഷേഖ് അബ്ദുർ റസാഖ് അൽ ബദർ. അദ്ദേഹം സൗദിയിലുള്ള പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്ന ഒരു അനുഭവമുണ്ട്. അദ്ദേഹം 2 ഹറമുകളിൽ, മക്കയിലെയും മദീനത്തെയും ഹറമുകളിലൊക്കെ ദർസൊക്കെ നടക്കുന്ന വലിയ പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, ഞാനൊരിക്കൽ ഹറമിൽ ഉള്ള സമയത്ത് ഞാനൊരിക്കൽ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട ഒരു അനുഭവമുണ്ട്. കണ്ണുകൾ കൊണ്ട് കണ്ട അനുഭവം എന്ന് പറഞ്ഞാണ് അദ്ദേഹം പറയുന്നത്. റമദാൻ മാസത്ത് അവസാനത്തെ 10 ഖിയാമുൽ ലൈൽ നടക്കുമല്ലോ, ഖിയാമുൽ ലൈൽ. അപ്പം ഖിയാമുൽ ലൈൽ ഹറമിൽ നിസ്കരിക്കുക 3.5 ജുസ് ഖുർആൻ പാരായണം ചെയ്തിട്ടാണ്. 3.5 ജുസ് 10 റക്അത്താണ് നിസ്കരിക്കുക. 3.5 ജുസ് 10 റക്അത്ത്. അതങ്ങനെ വെച്ചാൽ ആദ്യത്തെ 2 റക്അത്തിൽ 1 ജുസ് ഓതി തീർക്കും. ആദ്യത്തെ ഒരു നിസ്കാരത്തിൽ 1 ജുസ് ഓതി തീർക്കും. രണ്ടാമത്തെ നിസ്കാരത്തിൽ 2 ജുസ് ഓതി തീർക്കും. മൂന്നാമത്തെ നിസ്കാരത്തിൽ 1 ജുസ്, 4-ാമത്തെ നിസ്കാരത്തിൽ 1 ജുസ്, 5-ാമത്തെ നിസ്കാരത്തിൽ 1 ജുസ്, അങ്ങനെ 3.5 ജുസ് തീരും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റക്അത്തിൽ 1/2 ജുസ് ഓതുക. 1/2 ജുസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 10 പേജുകളാണ്. 1 ജുസ് എന്ന് വെച്ചാൽ 20 പേജാണ്. അപ്പൊ 2 ജുസ് 40 പേജ്, 3 ജുസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40-ഉം 50 പേജ്. ഖുർആനിൽ നിന്നുള്ള 50 പേജുകൾ ഖുർആൻ ഓതിയിട്ടാണ് ഖിയാമുൽ ലൈൽ നമസ്കാരം ഹറമിൽ നടന്നത്. അദ്ദേഹം പറയാണ്, ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്ന സമയത്ത് ക്ഷീണം കാരണമായിട്ട് ഞാൻ ഇരുന്ന സമയത്ത് സ്പെയിൻകാരനായിട്ടുള്ളൊരു യുവാവ്, അദ്ദേഹത്തിന് ഒരൊറ്റ കാല് മാത്രമേ ഉള്ളൂ, ഒരു കാല് മുറിച്ചു മാറ്റിയതാണ്. അപ്പോൾ ഒറ്റക്കാല് മാത്രമുള്ള ആൾക്കാർ ഒരു വടി ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കൂലേ, ഒരു വൺ സൈഡ് മാത്രം ഒരു വടി, അങ്ങനെ വൺ സൈഡ് മാത്രമുള്ള അയാൾ ഊന്നിപ്പിടിക്കുന്ന വടി, ആ വടിയിൽ ഇങ്ങനെ തൂങ്ങി വന്നിട്ട് അദ്ദേഹം കൈകെട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യത്തെ 1 റക്അത്ത് നിസ്കരിക്കുമെന്ന് വിചാരിച്ചു, അല്ലെ 2 റക്അത്ത് നിസ്കരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ആ 3.5 ജുസ് ഓതി നിസ്കരിച്ച
ആ 10 റക്അത്തുണ്ടായിരുന്ന ഖിയാമുൽ നമസ്കാരം മുഴുവൻ അയാൾ ഒറ്റക്കാലിൽ നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു എന്ന് ആ മഹാനായ ശൈഖ് പറയാണ്. ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. അപ്പൊ സുജൂദിലേക്കൊക്കെ പോകുന്ന സമയത്ത് അദ്ദേഹം തൻ്റെ ഒരൊറ്റ കയ്യിൽ ബാലൻസ് ചെയ്തിട്ടാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. അതിനുശേഷം ഒറ്റ കാലിൽ കൊണ്ട് നിസ്കരിക്കുന്നു. അതെന്തുകൊണ്ടാണ്? അവരുടെ മനസ്സിൽ ആ നിസ്കാരത്തിൽ അനുഭവിക്കുന്ന ആനന്ദാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഹജ്ജുദ് നമസ്കാരം പതിവാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ ചെയ്യാൻ പറയാണ്. അദ്ഖിൽനി, അല്ലാഹു നീ എന്നെ പ്രവേശിപ്പിക്കണമേ, മുദ്ഖല സിദ്ഖിൻ, സത്യത്തിന്റെ പാതയിലൂടെ, വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ, സത്യത്തിന്റെ പാതയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീ ഞങ്ങളെ പുറപ്പെടുവിപ്പിക്കണമേ. വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ, അല്ലാഹുവേ നിന്റെ ഭാഗത്തുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നെ. നമ്മൾ മുഅ്മിനീങ്ങൾക്കൊക്കെ പതിവാക്കാൻ പറ്റിയൊരു ദുആആണിത്. റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ ഭാഗത്തുണ്ടായ സഹായം ഉണ്ടാവണം, ഞങ്ങളെ നല്ല ഇടങ്ങളിൽ കൂടി ഞങ്ങളെ എത്തിക്കണം, റാഹത്തുള്ള മനസ്സിന് സമാധാനവും സമ്പത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാം റാഹത്തും സമാധാനത്തുള്ള ഇടത്ത് മാത്രമേ അള്ളാഹുവെ ഞങ്ങൾ എത്തിക്കണം എന്ന് ചെയ്യുന്ന ദുആആണത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആഇനെ പതിവാക്കായിരുന്നു. പ്രത്യേകിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്നതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന പല ദിവസങ്ങളിലായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷം മദീനത്തും പക്കത്തും 10 വർഷം മദീനത്തുമാണ് ജീവിച്ചത്. ഒരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കരുത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിക്കാൻ സാധിക്കാതെ മക്കയിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടിട്ടാണ് മദീനയിലേക്ക് പോയത് എന്നൊരിക്കലും കരുതരുത്. ഒരു ഭീരുവായിട്ട് പേടിത്തൊണ്ടനായിട്ടല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് പോയത്, മറിച്ച് ഒരു ദീനനായ ഒരു നേതാവായിട്ടാണ് പോയത്. ആ അർത്ഥം കൂടി ഈ ആയത്തിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ ആയത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹുവേ ഈ മക്കയിൽ നിന്ന് ഞങ്ങൾക്ക് നല്ല രീതിയിൽ യാത്ര ചെയ്യാനും മദീനയിലേക്ക് നല്ല രീതിയിൽ എത്തിച്ചേരാനും ഞങ്ങളുടെ ഹിജ്റയെ പൂർത്തിയാക്കാനും നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ എന്നുള്ള അർത്ഥം കൂടി ഈ ആയത്തിലുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്താബ്ദം 622 വർഷത്തിൽ സെപ്റ്റംബർ മാസം 12 തീയതി ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തത്. നുബുവത്തിന്റെ 14 വർഷത്തിൽ, അത് സഫർ മാസത്തിലായിരുന്നു. അന്നത്തെ ആ യാത്രയുടെ പ്രത്യേകത, അന്ന് രാവിലെ മക്കയിൽ ഒരു പാർലമെന്റ് ഉണ്ട്, ദാറുൻ നദ്വ എന്നാണ് ആ പാർലമെന്റിന്റെ പേര്. ആ ദാറുൻ നദ്വയിൽ മക്കയിലെ പ്രധാനികളായിട്ടുള്ള എല്ലാ നേതാക്കന്മാരും ഒരുമിച്ച് കൂടുകയും അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കിരാതമായ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തു. എന്താ തീരുമാനം? ബനു ഹാഷിമിൽ കുടുംബത്തിലെ അബ്ദുൽ മുത്തലിബിന്റെ ഒക്കെ മകനായ അബൂ താലിബിന്റെ സഹോദരന്റെ മകനായ അത്രയും വലിയ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ അവർ തീരുമാനിച്ചു. അപ്പൊ എങ്ങനെ കൊല്ലും? മക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 12 ഗോത്രത്തിലെ നേതാക്കന്മാരും എല്ലാവരും ഒരുമിച്ച് ഒരേ സമയം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലണം എന്നാണ് തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് പാതിരാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് അവർ വളഞ്ഞു. നബി തങ്ങൾ വീട്ടിന്റെ അകത്തുണ്ട്. നബി തങ്ങളെ ഇന്ന് വധിക്കും എന്ന് പരിപൂർണം അവർ തീരുമാനിച്ചിരുന്നു. കാരണം അവർക്കറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് ഹിജ്റ പോവാൻ തീരുമാനിച്ച് നിൽക്കുകയാണെന്ന് അവർക്കറിയാം. അപ്പൊ താരീഖിൽ നമുക്ക് വായിക്കാൻ സാധിക്കും, ആ വീടിന്റെ പുറത്ത് സംഘടിച്ച് നിൽക്കുന്നവരിൽ ഒരാള് അബൂജഹലായിരുന്നു. അങ്ങനെ പ്രധാനികളായിട്ടുള്ള എല്ലാ നേതാക്കന്മാരുണ്ട്. എത്രത്തോളം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറാപ്പയായ അബൂ ലഹബ് പോലും നബി തങ്ങളെ കൊല്ലാൻ വേണ്ടി വീടിന്റെ പുറത്തുണ്ടായിരുന്നു. താരീഖിൽ കാണാൻ സാധിക്കും, അബൂ ജഹൽ നബി തങ്ങളെ കൊന്നു എന്ന് ഉറപ്പിച്ചു. അപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും തഹജ്ജുദിന് സമയമാകുമ്പോൾ, മീൻസ് രാത്രിയുടെ അവസാനം ഒരു 3 മണി 3:30 സമയമാകുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഹറമിലേക്ക് പോകും. കാബാലയമുള്ള മസ്ജിദുൽ ഹറമിലേക്ക് പോകും. ആ മസ്ജിദുൽ ഹറമിൽ കാബാലയത്തിന്റെ അടുത്ത് നിന്നുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കും, ദീർഘമായി നിസ്കരിക്കും. ഇത് മക്കത്തെ ഖുറൈശി മുശ്രിക്കീങ്ങൾക്കറിയാം. അപ്പൊ ആ തഹജ്ജുദിന്റെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് കാത്തിട്ടാണ് ഇവർ വീടിന് പുറത്ത് നിൽക്കുന്നത്, ആ സമയത്ത് തലവെട്ടി കൊല്ലാൻ വേണ്ടി. ഇപ്പം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു, മദീനത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അന്ന് അവർ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചത്. അബൂജഹല് അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ വളരെ അഹങ്കാരത്തോടു കൂടി നടന്നു. അബൂജഹൽ അവരോടൊക്കെ ചിരിച്ചുകൊണ്ട് കളിതമാശയാക്കിക്കൊണ്ട് നബിതങ്ങളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, ഇന്ന മുഹമ്മദിൻ യസ്ഉമു അന്നകും ഇൻ താബിഅതുമു അലാ അംരിഹി കുൻതും മുലൂകുൽ അറബി വൽ അജം.
നിങ്ങളെങ്ങാനും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറബികളുടെയും അനറബികളുടെയും നേതാക്കന്മാരാകും എന്നാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും കാലം നമ്മളോട് പറഞ്ഞു തന്നത്. സുമ്മ ബഅ്സു മിൻ ബഅദി മൗതിക്കും, നമ്മളൊക്കെ മരിച്ചതിന് ശേഷം പിന്നെ വേറെ ജീവിതമുണ്ട്, അങ്ങനെ അതിന് ശേഷം സ്വർഗമുണ്ട് എന്നൊക്കെ പറഞ്ഞ്, അഥവാ അങ്ങനെ നമ്മൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ നരകത്ത് പോകും എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെ എന്തൊക്കെയാണല്ലോ ഈ മുഹമ്മദ് പറഞ്ഞത്. എന്നാൽ അറിയുക, നമ്മൾ ഈ മുഹമ്മദിന്റെ തലയറക്കാൻ പോവുകയാണ്. ഈ മുഹമ്മദ് പറഞ്ഞ എല്ലാ ബഡായികളും തീരുകയാണ്. ഇവന്റെ ദീനും ഇവന്റെ മതവും ഇവന്റെ ഖുർആനൊക്കെ സ്റ്റോപ്പാകാൻ പോവുകയാണ് എന്ന അഹങ്കാരത്തിൽ അബൂജഹൽ ഇങ്ങനെ നടന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതാണ്. അങ്ങനെ ഇവർ ഈ സമയം കാത്തിരിക്കുകയാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞു, വൈദ് യംകുറു ബികല്ലദീന കഫറു ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ തീരുമാനിച്ചുകൊണ്ട് വീടിന്റെ പുറത്ത് വന്ന് നിന്ന അവർ വളരെ കുതന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ മെനഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ വയം കുറുള്ള വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, അവർ പ്രയോഗിച്ചിരിക്കുന്ന, അവർ തീരുമാനിച്ച തന്ത്രങ്ങളെക്കാൾ, അവരുടെ തീരുമാനങ്ങളെക്കാൾ, അവരുടെ പ്ലാനിങ്ങുകളെക്കാൾ വലുതായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്ലാനിങ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയമാകുമ്പോൾ ഇവർക്ക് ഉറക്കം വന്നു. പെട്ടെന്നൊരു മൂമെന്റിൽ ഇവർക്ക് തൂങ്ങി ഉറക്കം വന്നു, കണ്ണ് ചിമ്മിപ്പോയി. ആ സമയത്ത് പ്രവാചകൻ വാതിൽ തുറന്നു. ഇവരുടെ അടുക്കൽ കൂടി നടന്നു പോകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ മണൽത്തരികളിൽ നിന്ന് അല്പം മണലെടുത്തു. ആ മണലെടുത്തുകൊണ്ട് തൻ്റെ വീട്ടിന്റെ ചുറ്റിലും വാളും പിടിച്ചുകൊണ്ട് താൻ പുറത്തിറങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുന്ന 12 പേരടങ്ങിയ മക്ക ഖുറൈശി നേതാക്കളുടെ തലയിലേക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മണൽ വാരിയെറിഞ്ഞു. അതിനുശേഷം സൂറത്തുൽ യാസീനിലെ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദൻ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. അവിശ്വാസികളുടെ, അള്ളാഹുവിനെ അനുസരിക്കാത്ത, അള്ളാഹുവിനെ വിശ്വസിക്കാത്ത ആളുകളുടെ കണ്ണിന്റെ മുമ്പിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മറയിടും എന്നുള്ള ഖുർആൻ ആയത്ത് ഓതിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നുപോയി. പ്രവാചകൻ നടന്നു പോകുന്ന ആ ഒരു ജസ്റ്റ് അല്പം സമയത്തേക്ക് മാത്രം ഇവർക്ക് ഉറക്കം വന്നുപോയി. നബി തങ്ങൾ വീട്ടിന്റെ അകത്താണെന്ന് ഇവർ വിചാരിച്ചിരുന്നു. അപ്പാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടിലെത്തി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിയിട്ട് ഹിജ്റ പലായനം ആരംഭിച്ചു. അപ്പൊ അബൂബക്കർ നബി തങ്ങളും പോകുന്നത് ഒരു മക്കയിലും ഒരാൾ കണ്ടു. അയാൾ ഓടി വന്ന് നബി തങ്ങളുടെ വീടിന്റെ മുമ്പിൽ 12 പേര് നബി തങ്ങളെ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുന്നു. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് കാത്തിരിക്കുന്നത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെട്ടല്ലോ. അപ്പൊ മക്ക ഖുറൈശികൾ പറഞ്ഞു, ഇല്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല, ഞങ്ങൾ ഇത്രയും നേരം ഇവിടെ വാളും പിടിച്ച് നിൽക്കുകയാണ്. അപ്പൊ ആ വന്ന മനുഷ്യൻ പറഞ്ഞു, ഇല്ല, മുഹമ്മദ് അബൂബക്കർ മദീനയിലേക്ക് പോകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. നോക്കൂ, നിങ്ങളുടെ തലയുടെ മുടിയിലേക്ക് നോക്കൂ. മുഹമ്മദ് നിങ്ങളുടെ തലയുടെ മുടിയിലെല്ലാം മണ്ണ് വാരി ഇട്ടിട്ടാണ് നിങ്ങളെയെല്ലാം ഇളിഭ്യനാക്കിയിട്ട് പരിഹസിച്ചുകൊണ്ടാണ് നിങ്ങളുടെ വാതിൽ പടിക്കൽ കൂടി നടന്നുപോയത്, വാതിൽ കൂടി നിങ്ങളുടെ മുമ്പിൽ കൂടി പോയത്. ആളുകൾ വീടിന്റെ ഉള്ളിലേക്ക് നോക്കി. അപ്പൊ അലി റളിയല്ലാഹു അൻഹു ബോഡി പൊതിച്ച് കിടക്കുന്നുണ്ട്. അപ്പൊ അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ട സമയത്ത് ഇവർ വിചാരിച്ചു ഇത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന് വിചാരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെടൽ, മദീനയിലേക്കുള്ള പലായനം ഇവരെയെല്ലാം നാണം കെടുത്തിക്കൊണ്ടായിരുന്നു പോയത്. വേറൊരു സംഭവം കൂടി അപ്പൊ സംഭവിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്കുള്ള യാത്രയിൽ ഉമ്മു മഅബദ് എന്ന് പറയുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീ താമസിക്കുന്ന വീട്ടിലിറങ്ങി. അന്ന് വളരെ വരൾച്ചയുള്ളൊരു സമയമായിരുന്നു, എവിടെയും ഭക്ഷണം ഒന്നുമില്ല. അപ്പൊ ഉമ്മു മഅബദുൽ എന്ന് പറയുന്ന ആ പെണ്ണുങ്ങള് അവരുടെ വീടിന്റെ മുമ്പിൽ കൂടി യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഭക്ഷണവും പാലും വെള്ളമൊക്കെ കുടിക്കാൻ കൊടുക്കായിരുന്നു. പക്ഷെ ആ സമയത്ത് ക്ഷാമത്തിന്റെ സമയമായതുകൊണ്ട്, വളർച്ചയുടെ സമയമായതുകൊണ്ട് ഒന്നുമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ സ്ത്രീയോട് വല്ലതും ഉണ്ടോ എന്ന് ആവശ്യപ്പെട്ടു. ആ സ്ത്രീ പറഞ്ഞു, ഒന്നുമില്ല, ഇപ്പൊ വരൾച്ചയാണ്, ആടിന്റെ അകിടിലൊന്നും പാലില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വീട്ടിന്റെ ആലയിൽ കിട്ടിയ ഒരു ആടിനെ ചൂണ്ടിക്കാണിച്ചു, ആ ആടിന് ഞാൻ കറന്നോട്ടെ. അപ്പൊ ഉമ്മു അബദ് പറഞ്ഞു, അത് അല്ലാഹ്, അതിൽ പാലില്ലല്ലോ, അപ്പൊ ഞാൻ കറന്നോട്ട് വെച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കറക്കാൻ ആ സ്ത്രീ അനുവദിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാത്രം ആവശ്യപ്പെട്ടു. എന്നിട്ട് ആ ആടിന്റെ അകിടിൽ ബിസ്മി പറഞ്ഞ് തടവുകയും പാല് കറക്കുകയും ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത് എന്നോളം ആ വീട്ടിലുള്ള എല്ലാ പാത്രങ്ങളും നിറയുമാറ് അത്രത്തോളം പാല് ആ ആടിന്റെ അകിടിൽ നിന്ന് ലഭിച്ചു. ഈ സ്ത്രീക്ക് ഇത് കണ്ടിട്ട് അത്ഭുതമായി. കാരണം നാട്ടിലൊക്കെ വരൾച്ചയാണ്, തിന്നാൻ ഭക്ഷണമൊന്നുമില്ല. അപ്പോൾ ഇതാ മക്കത്ത് നിന്ന് 2 വ്യക്തികൾ വരുന്നു. അതിലൊരാൾ പിടിച്ച്, ഞാൻ നിങ്ങളുടെ ആടിനെ എടുത്ത് കറക്കുന്നു, പാലില്ലാത്ത അകിടിൽ നിന്ന് പാല് വരുന്നു. എനിക്ക് വലിയ കൗതുകമായി. അപ്പൊ നബിതങ്ങൾ കുടിച്ചു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുടിച്ചു, ആ സ്ത്രീക്കും കുടിക്കാൻ കൊടുത്തു. വീട് നിറച്ച് പാലായി. നബിതങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു യാത്രയായി. കുറച്ച് കഴിഞ്ഞേരാണ് ഈ സ്ത്രീയുടെ ഭർത്താവായ അബൂ മഅബദ് ആ വീട്ടിലേക്ക് എത്തുന്നത്.
ഈ വീടുള്ളത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വഴിയിലാണ്. അപ്പൊ അബൂ മഅബദ് വീട്ടിലൊക്കെ പാത്രങ്ങളിലൊക്കെ പാല് കണ്ടൊക്കെ അത്ഭുതപ്പോയി. എന്ത് സംഭവിച്ചു? നമ്മുടെ വീട്ടിലെ ആടിന്റെ അകിടിലൊന്നും പാലില്ലാലോ, എവിടെ നിന്നാണ് ഈ പാട്? ഉമ്മു മഅബദുൽ ഖുസായി അവര് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. നമ്മുടെ വീട്ടിൽ കൂടി 2 ആൾക്കാർ പോയി, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നവരാണെന്ന് പറഞ്ഞത്. അവരെ പേരൊന്നും എനിക്കറിയില്ല, ഇന്ന ആൾക്കാരാണ്. അതിലൊരാള് നമ്മുടെ വീട്ടിലെ പാലില്ലാത്ത ആടിനെ കറന്നു. പാലില്ലാത്ത അകിടിൽ നിന്ന് പാല് ഒരുപാട് വന്നു, വീട്ടിലെ പാത്രങ്ങളൊക്കെ നിറഞ്ഞു. അപ്പൊ അബൂ മഅബദ് ചോദിച്ചു, ആ വന്ന ആൾ ഇങ്ങനെയുള്ള ആളല്ലേ, ഇങ്ങനെയുള്ള ആളല്ലേ, ഇങ്ങനെയുള്ള ആളല്ലേ, ഇങ്ങനെയുള്ള ആളല്ലേ? ഉമ്മു മഅബദ് പറഞ്ഞു, അതെ ഇങ്ങനെയുള്ള ആളാണ്. അബൂ മഅബദ് പറഞ്ഞു, ആ വന്ന ആള് അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, കൂടെയുള്ളത് അബൂബക്കറാണ്. അവർ രണ്ടുപേരും മക്കയിൽ നിന്ന് രക്ഷപ്പെട്ട് മദീനയിലേക്ക് ഹിജറ പലായനം ചെയ്യുകയാണെന്നുള്ള വാർത്ത മക്കത്തൊക്കെ എത്തിയിട്ടുണ്ട്. ഞാനെങ്ങാനും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിൽ വിശ്വസിക്കുക തന്നെ ചെയ്യും എന്ന് ഇദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ഈ അബൂ മഅബദ് എന്ന് പറഞ്ഞ ആള് ഇദ്ദേഹം പാലില്ലാതെ പാല് കിട്ടിയതിന്റെ സന്തോഷത്തിൽ മക്കയുടെ തെരുവോരങ്ങളിൽ കൂടി പാടി നടന്നു. ജസല്ലാഹു റബ്ബൽ അർശി ഖൈറ ജസാഇഹി റഫീഖൈനി ഹല്ല ഖൈമതൈ ഉമ്മു മഅബദിൻ ഹുമാ നസല വൽ ബിർ വർതഹല ബിഹി വഅഫ്ലഹ മൻ അംസ റഫീഖു മുഹമ്മദിൻ ഫയാ ലഖുസൈൻ മാ റവല്ലാഹു അൻകും ബിഹി മിൻ ഫിആലിൻ ലാ യുഹാദി വസുഅദി ليهن بني كعب مكان فتاتهم ومقعدها للمؤمنين بمرشدي سلوا أختكم عن شاتها وإنائها فإنكم إن تسألوا الشاة تشهد. പാടിയ പാട്ടിന്റെ അർത്ഥം ചുരുക്കി പറഞ്ഞാൽ, പാലില്ലാത്ത ഞങ്ങളുടെ വീട്ടിലെ ആടിന്റെ അകിടിൽ പാല് ലഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ പോയിട്ട് ഞങ്ങളുടെ വീട്ടിൽ കിട്ടിയ പാലുകളിലേക്ക് നിങ്ങൾ നോക്കാം. ഇതാ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ കൂടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹും യാത്ര പോയിരിക്കുന്നു എന്ന് ഈ മനുഷ്യൻ മക്കയുടെ തെരുവോരങ്ങളിലൊക്കെ പാടി നടന്നു. അപ്പൊ ആ പാട്ട് കേട്ടിട്ട് ഈ മക്കത്തെ ഖുറൈശി മുഷ്രിക്കുകൾക്കൊക്കെ വളറി പൂണ്ടു. കാരണം ഇവരുടെ കയ്യിന്റെ മുമ്പിൽ കൂടി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറും രക്ഷപ്പെട്ടതിന്റെ സന്തോഷ വാർത്ത, അല്ലെങ്കിൽ ഈ മക്കത്തെ ഖുറൈശി മുഷ്രിക്കുകൾ തോറ്റതിന്റെ നാണം കെട്ടുപോയതിന് എതിരെ ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ പാടി നടക്കുന്നു. അയാള് മക്കയുടെ ഉയർന്ന പ്രദേശങ്ങളിൽ, എല്ലാ താഴ്ന്ന പ്രദേശങ്ങളിൽ കൂടി ഒക്കെ നടന്നിട്ട് ഈ പാടി നടന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകളായ അസ്മാ റളിയല്ലാഹു അൻഹ, അവര് നബിതങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒക്കെ പലായനം ചെയ്തതിന് ശേഷം അല്പം ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവർ പലായനം ചെയ്തത്. അസ്മാ റളിയല്ലാഹു അൻഹ പിന്നീട് പറയുന്നുണ്ട്, പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് പുറപ്പെട്ടിട്ട് എങ്ങോട്ടേക്കാണ് പോയത് എന്ന് ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ല. എന്നാൽ ഈ അബൂ മഅബദ് എന്ന് പറയുന്ന ഒരാള് മക്കയുടെ തെരുവോരങ്ങളിൽ കൂടി ഈ പാട്ടും പാടിയിട്ട് ഇങ്ങനെ നടന്ന് ആ പാട്ട് കേട്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ മനസ്സിലായി അവർ യാത്രയായത് മദീനയിലേക്കാണെന്ന് ഞങ്ങൾ മനസ്സിലായി. ആ മനുഷ്യന്റെ പാട്ട് കേട്ടിട്ട് മക്കത്തെ ഖുറൈശി മുഷ്രിക്കുകളെല്ലാം നാണം കെട്ടുപോയി. അതാണ് ഖുർആൻ പറഞ്ഞത്, കുൽ ജാ അൽ ഹഖ് വസഹഖൽ ബാത്തിൽ, സത്യം വിജയിക്കും, അസത്യം പരാജയപ്പെടും. ഇന്നൽ ബാത്തില കാന സഹൂക, അസത്യം പരാജയപ്പെടാനുള്ളതാണ്. അത് കണ്ണിന്റെ മുമ്പിൽ മക്കത്തെ ഖുറൈശികൾ കണ്ടു. 13 വർഷക്കാലം കണ്ടിരിയായിട്ട് നബിതങ്ങളെയും സഹാബാക്കളെ ഇവർ ക്രൂരമായി പീഡിപ്പിച്ചു, കൊല്ലാൻ ശ്രമിച്ചു. ഇതാ 13 വർഷങ്ങൾക്ക് ശേഷം ഇവരുടെ കയ്യിൽ നിന്ന് നബിതങ്ങളും സഹാബാക്കളും എല്ലാവരും രക്ഷപ്പെട്ട് യാത്രയായി പലായനം ചെയ്തു. പ്രവാചകരെ കൊല്ലാൻ സാധിച്ചില്ല. ആ ഹിജറ പുതിയൊരു ഇസ്ലാമിന്റെ തുടക്കമായിരുന്നു. അസത്യം പരാജയപ്പെടുകയായി, സത്യം വിജയിക്കുക. ഇത് തന്നെയാണ് എല്ലാ കാലഘട്ടത്തിലും സംഭവിക്കുക. അത് 21-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും എല്ലാ കാലത്തും ഇത് തന്നെയാണ്. ഖുൽ ജാ അൽ ഹഖ് വസഹഖൽ ബാത്തിൽ, സത്യം വിജയിക്കും, മുഅ്മിനീങ്ങൾ വിജയിക്കും, ഈമാനുള്ളവർ വിജയിക്കും, അസത്യത്തിന്റെ ആൾക്കാർ പരാജയപ്പെടും, കുഫറും ഷിർക്കും എല്ലാം പരാജയപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം മനസ്സിലാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി.